സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സെല്ലിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിനെ പറ്റിയാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞല്ലോ നമ്മളൊരു സെല്ലിംഗ് സ്ട്രാറ്റജിയാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിനായി നമ്മൾ നോക്കുന്നത് സൂപ്പർ ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സൂപ്പർ ട്രെൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് അറിയാൻ വേണ്ടിയാണ്. ചിലർ നമുക്കത് സൂപ്പർ ട്രെൻഡ് സെല്ല് വരുമ്പോൾ സെല്ലും ചെയ്യും, ബൈ വരുമ്പോൾ ബൈയും ചെയ്യും. പക്ഷേ എൻ്റെ സ്ട്രാറ്റജി സെല്ലിങ്ങിൽ മാത്രമാണ് സൂപ്പർ ട്രെൻഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ട്രെൻഡ് ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ സൂപ്പർ ട്രെൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സൂപ്പർ ട്രെൻഡ് കിട്ടി, അത് ആഡ് ചെയ്യാം. അപ്പോൾ ഡിഫാൾട്ട് സെറ്റിംഗ് നിൽക്കുന്നത് 10-3 ആണ്. അപ്പോൾ നമുക്കത് മാറ്റി 10 മാറ്റി 7 ആക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ട്രെൻഡ് സെറ്റിംഗ് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഗ്രീനാണ് സിഗ്നൽ വന്നതെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ലെവൽ ഫ്ലാറ്റ് പോലെ ആവണം. ഇതുപോലെ ഫ്ലാറ്റ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുണ്ടോ ഇത് താഴെ വന്ന് ഇതിപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എടുക്കരുത്. ഇത് ഫ്ലാറ്റ് ഉണ്ടോ, ഇതുപോലെ ഫ്ലാറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യണം, അത് മാർക്ക് ചെയ്യണം. ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഇനി മാർക്ക് ചെയ്തിട്ട് നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ സെൽ സിഗ്നൽ വന്നു. ആ സെൽ സിഗ്നൽ വന്നാലും നമ്മൾ സെൽ ചെയ്യാൻ നിൽക്കരുത്. ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതെന്ന് കൺഫേം ചെയ്യണം. ഇപ്പോൾ ഈ ക്യാൻഡിൽ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഇതിന് താഴെ ക്ലോസ് ചെയ്ത് നമുക്ക് സെല് ചെയ്യാം. അതുപോലെ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് റീസെൻറ്റ് ഹൈ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതാണ് റീസെൻറ്റ് ഹൈ. ഇപ്പോൾ റീസെൻറ്റ് ഹൈക്ക് മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാൻ. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1:2 ആണ്. അതായത് ഇതിപ്പോൾ പോയിൻ്റ് വരുന്നത് 3 പോയിൻ്റാണ്, 3.60 ആണ് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 6.20 ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കണം. ഇപ്പോൾ നമുക്ക് 6.20 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിൻ്റ് ഇവിടെയാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. ഈ ഒരു പോയിന്റിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. കണ്ടോ, നമ്മളിവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 1:2 ആണ്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്കാനർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രീമിയം മെമ്പേഴ്സിന് വേണ്ടി ഞാൻ ഈ സ്കാനർ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീമിയം മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കാനർ വെബ്സൈറ്റിൽ നിന്ന് ചാർട്ടിംഗ് സ്കാനേഴ്സിൽ ലിസ്റ്റിൽ കിട്ടുന്നതാണ്. നമ്മുടെ പ്രീമിയം സോണിൽ വിസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ സ്കാനറിൽ വന്ന സ്റ്റോക്കായിരുന്നു ഓറോ ഫാർമ കഴിഞ്ഞ ദിവസം. അത് 10:40 ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ സ്റ്റോക്കുകളാണ്. ഇവിടെ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ കിട്ടിയതാണ്. അപ്പോൾ ആദ്യം വന്ന ഓറോ ഫാർമയാണ്, അതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത്. അതിനുശേഷം വന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. നമുക്കൊന്ന് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ നോക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഓവർ 73 തന്നെയാണ്. അപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസാണ്. 1 ഡേ നോക്കാം. ഓക്കെ, അപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസും വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മളിപ്പോൾ ആ ലെവലിൽ വന്നിട്ടുണ്ട്. അത് ഫ്ലാറ്റ് ആയിട്ടുണ്ട്, ലെവൽ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലെവൽ ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്ക് സെൽ കണ്ടീഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെല്ലിന് പോകാം. അതിനുശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് റീസെൻറ്റ് ഹൈ എന്ന് പറയുമ്പോൾ ഇതാണ് റീസെൻറ്റ് ഹൈ. ആ റീസെൻറ്റ് ഹൈക്ക് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാവുന്നതാണ്. കണ്ടോ, അതും നമുക്ക് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് 1:2 ഇവിടെയും കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്ന സ്റ്റോക്കാണ് പവർ ഗ്രിഡാണ്. അത് 1:10 പവർ ഗ്രിഡ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, പവർ ഗ്രിഡും നമുക്ക് കണ്ടോ ഇവിടെ ഫ്ലാറ്റ് ലൈൻ ലെവലിൽ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു ഹൈക്ക് മുകളിലാണ്. കണ്ടോ, ഇതാണ് റീസെൻറ്റ് ഹൈ വരുന്നത്, അതിന് മുകളിലാണ്. അതും നല്ല രീതിയിൽ 1:2 അടുത്ത് വരെ വന്നിട്ടുണ്ട്. കണ്ടോ, പിന്നെ ടൈറ്റനാണ് വന്നിട്ടുള്ളത്. ടൈറ്റൻ നിങ്ങൾ നോക്കി കാണാം, ഇവിടെ ഫ്ലാറ്റ് ലെവൽ വന്നിട്ടുണ്ട്. ടൈറ്റൻ ഫ്ലാറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇതിന് മുകളിലാണ്. പക്ഷേ ഇവിടെ താഴെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് സെൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നോക്കി കാണാം, സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈറ്റൻ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് ടൈറ്റനിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാറ്റ് ഇന്ത്യ ഗ്രാസിം ശ്രീ സിമെൻ്റ് ആണ്. നമുക്കവിടെ ടൈമും കിട്ടുന്നതാണ്. 1:45 സിഗ്നൽ വന്നിരിക്കുന്നത്. ബാറ്റ് ഇന്ത്യ നോക്കാം. ഓക്കെ, ബാറ്റ് ഇന്ത്യ ഇവിടെയാണ് നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ലെവൽ വന്നിട്ടുള്ളത്. കണ്ടോ, അതിന് താഴെ ക്ലോസ് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ, ഇത് ഈ ലെവലാണ്. അത് റീസെൻറ്റ് ഹൈ. അപ്പോൾ അതും നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്.
ഗ്രാസിമാണ് അടുത്തത്. ഗ്രാസിം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് നമ്മുടെ ലെവൽ വരുന്നത്, ഫ്ലാറ്റ് ലെവൽ വരുന്നത്. ഇവിടെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇതിന് മുകളിലാണ്. കണ്ടോ, അത് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. ശ്രീ സിമെൻറ്റ് നമുക്ക് ഇവിടെ ഫ്ലാറ്റ് ലെവൽ വന്നിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല, താഴേക്ക് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് റീസെൻറ്റ് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ അത് ബ്ലാസ്റ്റ് ചെയ്ത് മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ശ്രീ സിമെൻറ്റ് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്, അത് വിട്ടേക്കാം. പിന്നെ വേദാന്തിയാണ് വന്നിരിക്കുന്നത്, ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ വേദാന്തി നിങ്ങൾ നോക്കി കാണാം, നമുക്കിവിടെ ലെവൽ ഫ്ലാറ്റ് വന്നിട്ടുണ്ട്. ഈ ലെവൽ ഫ്ലാറ്റ് നമ്മളിവിടെ ലെവൽ ഫ്ലാറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇതിന് മുകളിലാണ്. ഇതാണ് റീസെൻറ്റ് ഹൈക്ക് മുകളിലാണ്. അപ്പോൾ ഇവിടെ ക്ലോസ് വന്നിട്ടുണ്ട്. ഇവിടെ ക്ലോസ് വന്നപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്നില്ല, ആ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തത്. പക്ഷേ രണ്ടാമതാണ് ഇത് ക്ലോസ് വന്നപ്പോൾ താഴേക്ക് നല്ല ഫോളോ ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു തവണ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ എൻട്രിക്ക് വെയിറ്റ് ചെയ്യണം. വീണ്ടും നമ്മുടെ ആ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുമെങ്കിൽ വീണ്ടും നമ്മൾ സെല്ലിന് പോകണം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് സെയിം തന്നെ, നമുക്ക് വീണ്ടും സെയിം സ്റ്റോപ്പ് ലോസ് ഇടാവുന്നതാണ്. കാരണം നമ്മുടെ ടാർഗറ്റ് 1:2 ആയത് കാരണം നമുക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞാൽ അടിച്ചാലും അടുത്ത ഇതിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രാറ്റജി. അതായത് നമുക്കിപ്പോൾ ഏത് സ്റ്റോക്കിൽ വേണമെങ്കിലും ഇത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൂപ്പർ ട്രെൻഡ് ഫ്ലാറ്റ് പോലെ വരണം. അപ്പോൾ കാലത്ത് ഗ്രീൻ ഫ്ലാറ്റ് ലെവൽ വരുന്നത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലാറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം 5 മിനിറ്റ് ക്യാൻഡിൽ ഇതിന് താഴെ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിന് പോകാം. എന്നിട്ട് റീസെൻറ്റ് ഹൈ ഇതിന് മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം. സൂപ്പർ ട്രെൻഡിൻ്റെ ലെവൽ ഇതാണ്, പക്ഷേ അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റീസെൻറ്റ് ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുന്നത്. അതുപോലെ നമ്മൾ 1:2 ആണ് ഇത് മെത്തേഡിൽ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് 1 rupees ആണെങ്കിലും ടാർഗറ്റ് 2 രൂപ എങ്കിലും ആവണം. അതായത് ഡബിൾ ആയിരിക്കണം ടാർഗറ്റ്. ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇങ്ങനെ ഫ്ലാറ്റ് ലെവൽ വരുന്നത് നമുക്ക് അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒരു സ്കാനർ, പ്രീമിയം സ്കാനർ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സ്കാനർ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ലൈവ് മാർക്കറ്റിലൊന്നും വന്നിട്ടില്ല, അതാണ് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇപ്പോൾ നമുക്ക് ഈ സ്കാനർ നിങ്ങൾ ലൈവ് മാർക്കറ്റ് റൺ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കാണ് ലൈവിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണിച്ചു തരും. നമുക്കിവിടെ ലിസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ആ സ്റ്റോക്കുകൾ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതല്ലാത്തവർ ഇപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഏതെങ്കിലും സ്റ്റോക്ക് എടുത്തിട്ട് ഈ ഒരു ലെവൽ വാച്ച് ചെയ്താൽ മതി. ഏതെങ്കിലും സ്റ്റോക്കിൽ ഇങ്ങനെ ഫ്ലാറ്റ് വരാണെങ്കിൽ ആ ഫ്ലാറ്റിൻ്റെ അടുത്ത് നിങ്ങളൊന്ന് ലെവൽ മാർക്ക് ചെയ്ത് ക്യാൻഡിൽ താഴേക്ക് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ലിന് പോകാം. ഓക്കെ, അപ്പോൾ ഇതൊരു സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. ഞാൻ ബൈയിങ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈയിങ് സ്ട്രാറ്റജി ഞാൻ അടുത്ത വീഡിയോയിലൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ വീഡിയോയ്ക്ക് ശേഷം കൊടുക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.